ഡോക്ടർ ജോൺസൺ പറയുന്നു. തീർച്ചയായും വായിച്ച കാര്യങ്ങൾ മനനം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും കഴിയുന്ന നല്ല വായനക്കാരെയാണ് ആവശ്യം എന്ന്. പുസ്തകം എന്നാൽ ഉറ്റ ചങ്ങാതിയെ പോലെയാണ് എന്ന് ടാഗോർ പറഞ്ഞത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നല്ലൊരു സുഹൃത്ത് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനാകണം. ടാഗോറിന്റെ കൃതികളിൽ ആ ആഭിമുഖ്യം ഉടനീളം കാണാമെന്നത് വായനയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകും. ഗീതാഞ്ജലി പോലെ അനന്യസുന്ദര കാവ്യത്തിലുള്ള ആ ഇഴയെടുപ്പമാണ് ടാഗോർ വെളിവാക്കുന്നത്. അതായത് ദേശകാല വ്യത്യാസമെന്നേ പുസ്തകങ്ങൾ നൽകുന്ന സന്ദേശം ഒന്നു തന്നെ. അപ്പോൾ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട്? സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം, പുത്തൻ ജീവിതശൈലിയുടെ ഗതിവേഗം, സമയമില്ലായ്ക, അങ്ങനെ നിരവധി കാരണങ്ങളാൽ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തി? അങ്ങനെയൊന്നില്ല എന്ന് വായനയെ സ്നേഹിക്കുന്ന അനുവാചകർ പറയുന്നു. നമുക്ക് മലയാളത്തിന്റെ പക്ഷത്തിൽ നിന്ന് ഒന്ന് അന്വേഷിക്കാം. ഇന്ദുലേഖയും ശാരദയും മാർത്താണ്ഡവർമ്മയും ചെമ്മീനും കാലവും വീണപ്പൂവും തുടങ്ങി മലയാളത്തിന്റെ ആത്മാവിന്റെ ഭാഗമായി മാറിയ കൃതികൾ ഇന്നും വായിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏതു വിധത്തിൽ, എന്തിനു വേണ്ടി? പഠനത്തിനു വേണ്ടിയും മാർക്ക് നേടാൻ വേണ്ടിയുമാണോ? അതോ ഉത്തമ സൃഷ്ടികൾ വായിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹത്താലോ? ആടുജീവിതം പോലെ, അന്ധകാരനഴി പോലെ, ആരാച്ചർ പോലെ അവ ഇന്നും വിലയിരുത്തപ്പെടുന്നുണ്ടോ? ഖസാക്കിന്റെ ഇതിഹാസം ഇപ്പോഴും പുതിയ പതിപ്പുകളായി വായനക്കാരുടെ കൈകളിലെത്തുന്നു. ഒരു ദേശത്തിന്റെ കഥയും അസുരവിത്തും രാമായണവും മഹാഭാരതവും കൃഷ്ണഗാഥയും അനുവാചകർ വായിക്കാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ട്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുമായാണ് വായനശീലം ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. ഇലക്ട്രോണിക് വായന എന്ന ഈ വായന, കൺമുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന അക്ഷരത്തിൽ വായനയുടെ പുതുലോകത്തും കയ്യിലെ മൊബൈൽ ഫോണിൽ വരുന്ന ഈ പേജുകളിലെ സൃഷ്ടികൾ ഒരു കടലാസ് രഹിത സംസ്കാരത്തിന്റെ കടന്നുകയറ്റം. ഇത് എന്തുമാത്രം പ്രസക്തമാണ്? കയ്യിൽ ഒരു പുതിയ പുസ്തകം കിട്ടിയാൽ അത് പാഠപുസ്തകമാകട്ടെ കഥാപുസ്തകമാകട്ടെ ഒന്ന് നിവർത്തി പുത്തൻ മണം ആസ്വദിക്കുന്നതിന്റെ സുഖം അത് വായന പോലെ തന്നെ ആനന്ദം പകരുന്നതല്ലേ? തീർച്ചയായും. പുസ്തകങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന മാരിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു നോക്കൂ. അത് കഥയാകട്ടെ, നോവലാകട്ടെ, യാത്രാ വിവരണമാകട്ടെ, ആത്മകഥയാകട്ടെ, ജീവചരിത്രമാകട്ടെ, ശാസ്ത്ര ഗ്രന്ഥമാകട്ടെ, അല്ല നുറുങ്ങ് തമാശയാകട്ടെ, കവിതയാകട്ടെ, അതിനുള്ളിലെ അക്ഷരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. വാക്കുകൾ ഉരുവിട്ടു നോക്കൂ. പതിയെ പതിയെ ആ പുസ്തകം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാം. എൻ്റെ ഓൺലൈൻ ഓഡിയോ ലൈബ്രറിയിലെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും വായിച്ച് കേൾക്കാനായി യൂട്യൂബിൽ നെജു ഭാരതം എന്ന് ടൈപ്പ് ചെയ്യുക. NEJUBHARATHAM. ഓഡിയോ ലൈബ്രറിയെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ ദയവായി വിളിക്കുക. 9447843740. നന്ദി, നമസ്കാരം. നെജു ഭാരതം.